സലീം കുമാർ ഈ ലഹരിക്കെതിരെ സംസാരിച്ച് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ മുതലല്ല. നേരിട്ട അനുഭവം 16 വർഷം മുമ്പാണ്. 2009 എന്ന് പറഞ്ഞാൽ മോഹൻലാലിന് ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച് ഡൽഹിയിൽ നിന്ന് നേരെ ലൊക്കേഷനിലേക്ക് വന്ന് കേരളത്തിലെ കളമശ്ശേരി ലൊക്കേഷനിലേക്ക് വരികയാണെന്ന്. ആ കളമശ്ശേരി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളടക്കമുള്ളവർ മോഹൻലാലിനെയും കാത്ത് മോഹൻലാലിനെ സ്വീകരിക്കാൻ, പിന്നെ ഇതിൻ്റെ സിനിമയുടെ ഭാരവാഹികളൊക്കെ ഉണ്ടായിരുന്നു. ഏഞ്ചൽ ജോൺ എന്നുള്ള സിനിമ, എസ്.എൽ. പുരം സദാനന്ദൻ്റെ മകനാണ് അതിൻ്റെ സംവിധായകൻ. അതിൽ ഭാഗ്യരാജിൻ്റെ മകനും അതിൽ അഭിനയിക്കുന്നുണ്ട്. പ്രത്യേകതകൾ ഏറെയുണ്ട് എന്ന് അവകാശപ്പെട്ടൊരു സിനിമയായിരുന്നു. അപ്പോൾ ഡേറ്റ് ഇല്ലാത്ത സമയം, ഉള്ള സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ നേരെ മോഹൻലാൽ വരുന്നു, സ്വീകരണം ഏറ്റുവാങ്ങുന്നു. ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കൂടി ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാകുന്നു. അതിന് ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ്. ആരൊക്കെയാണ്? സലീം കുമാർ. അപ്പോൾ അവിടെ കേട്ട സംസാരം, സലീം കുമാർ വരുമോ? സലീം കുമാർ വരാൻ പറ്റുമോ? വന്നാൽ തന്നെ എങ്ങനെയാണ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ സലീം കുമാർ കാറിൽ വന്നിറങ്ങുന്നു.